അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹു തആല മുഅ്മിനീങ്ങൾക്കും മുഅ്മിനല്ലാത്തവർക്കും ഈ ലോകത്ത് കരുണ ചെയ്യുന്നവനാണ്. അതുകൊണ്ടാണ് അള്ളാഹു റഹ്മാനാകുന്നത്. റഹീം, അള്ളാഹു റഹീമാണ്. റഹ്മത്തുഹുൽ ഖാസ്സത്തു ബിൽ മുഅ്മിനീൻ, അള്ളാഹുവിനെ അനുസരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് മാത്രം നാളെ പരലോകത്ത് റഹ്മത്ത് ചെയ്യുന്ന കാരുണ്യവാൻ അവനാണ് അള്ളാഹു. അള്ളാഹു റഹ്മാന ദുനിയ വൽ ആഖിറ, ഈ ലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും റഹ്മാന ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും റഹ്മത്ത് ചെയ്യുന്നവനാണ്. എന്നാൽ അള്ളാഹു നാളെ പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് മാത്രം റഹ്മത്ത് ചെയ്യുന്നവനാണ്. ഈ ലോകത്ത് മുഅ്മിനിനും ഫാജിറിനും അള്ളാഹു റഹ്മത്ത് ചെയ്യും. അതുകൊണ്ട് അള്ളാഹു റഹ്മാനാണ്. നാളെ പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് മാത്രം റഹ്മത്ത് ചെയ്യുന്നവനാണ്. അതുകൊണ്ട് അള്ളാഹു റഹീമാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വിശാലത വിശുദ്ധ ഹദീസിലൂടെയാണ് മനസ്സിലാക്കാൻ കഴിയുക. തൗബ ചെയ്ത് വരുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന റഹ്മത്ത്, അള്ളാഹു റഹ്മത്ത് കൊണ്ടാണ് അവരെ സ്വീകരിക്കുന്നത്. അള്ളാഹുർക്ക് മാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. സ്വല്ലു അല നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി.